താങ്ക് യു അജിം ഷാ, ഡോക്ടർ അഗസ്റ്റിൻ പംപ്ലാനി, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഡിബേറ്റ് ഇവിടെ സംഘടിപ്പിച്ച എസൻസ് കൊല്ലം, എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വിഷയം നല്ലവരാകാൻ ദൈവം വേണോ എന്നുള്ളതാണ്. എൻ്റെ ഉത്തരം വളരെ സ്ട്രെയിറ്റ് ആണ്. ആവശ്യമില്ല എന്ന് മാത്രമല്ല, നല്ലവരാകണം എന്ന് നിങ്ങൾക്ക് ആത്മാർത്ഥമായ താല്പര്യമുണ്ടെങ്കിൽ ആ സംഗതി ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ട് നല്ലത് അല്ലെങ്കിൽ നന്മ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ നമ്മൾ പല പല പദങ്ങൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും അതിലൊരു പ്രധാനപ്പെട്ട പദമാണ് ധാർമ്മികത എന്ന് പറയുന്നത്, മൊറാലിറ്റി. എന്താണ് മൊറാലിറ്റി അല്ലെങ്കിൽ എന്താണ് നന്മയിൽ അധിഷ്ഠിതമായ മൊറാലിറ്റി എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ, ഒരു വ്യക്തിയുടെ, ഒരു വ്യവസ്ഥയുടെ അതിജീവനത്തിനും അതിൻ്റെ പുനരുൽപാദനത്തിനും അതിൻ്റെ പൊരുത്തപ്പെടലിനും, അഡാപ്റ്റേഷൻ, റീപ്രൊഡക്ഷൻ, അതുപോലെ തന്നെ സർവൈവൽ, ഈ 3 കാര്യങ്ങൾക്ക് ഉതകുന്ന വ്യക്തിപരമായ സാമൂഹ്യപരമായിട്ടുള്ള നിലപാടുകളാണ് മൊറാലിറ്റിയായി വരുന്നത്. അത് ഞാൻ കൂടുതൽ വിശദീകരിക്കണമെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് വരാം. സംതിങ് ദാറ്റ് ഹെൽപ്സ് റീപ്രൊഡക്ഷൻ, സർവൈവൽ ആൻഡ് അഡാപ്റ്റേഷൻ. അത് വരുന്ന ഒരു ട്രയൽ ആൻഡ് എറർ പ്രോസസ്സിലൂടെയാണ്. അത് മനുഷ്യരെ സംബന്ധിച്ചോളം, മറ്റ് ജീവികളെ സംബന്ധിച്ചോളം നമ്മളുടെ പരിണാമത്തിൻ്റെ ഒരു തുകയാണ്, ആകത്തുകയായിട്ടാണ് നിൽക്കുന്നത്. സോ ഇറ്റ് ഈസ് ആൻ ഇൻഹറൻറ്റ് പ്രോപ്പർട്ടി. അത് സഹജമായ ഒരു ഗുണവിശേഷമാണ്, മനുഷ്യനിൽ ഉള്ളതാണ്, മറ്റു മൃഗങ്ങളിലും ഉള്ളതാണ്. അവൻ്റെ വ്യത്യാസം അതിൻ്റെ ഡിഗ്രീസിൽ മാത്രമാണ്, അതിൻ്റെ തോതിൽ മാത്രമാണ് വ്യത്യാസം. ഉള്ള ഒരു കാര്യം വേറെ ആരെങ്കിലും തരണോ എന്നുള്ള ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഈ സംവാദ ചോദ്യത്തിലെ ഒരു കൗതുകകരമായ കാര്യം. നമുക്കുള്ള ഒരു കാര്യമാണ്, അപ്പോൾ അതാരും തരേണ്ട കാര്യമില്ല. അത് വേറെ ആരും കെട്ടിയിറക്കേണ്ട കാര്യമില്ല. ഇനി സോ ഇറ്റ്സ് ഇൻഹറൻറ്റ് ആൻഡ് ലേറ്റൻറ്റ്, സഹജമാണ്, ഉള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെയോ പ്രേതത്തിൻ്റെയോ അല്ലെങ്കിൽ അതേ കണക്കുള്ള സമാനമായിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെയോ ഹാരി പോട്ടറോ കാക്രി ബൂക്രിയോ ഒന്നും ആവശ്യമില്ല. ഇത് നമ്മളിലുള്ള സാധനമാണ്. ഒരു പൂവിന് സുഗന്ധമുള്ള ഒരു പൂവിൻ്റെ സുഗന്ധം പോലെ, ഉപ്പിന് ഉപ്പ് പോലെ നമ്മളുള്ള ഒരു സാധനം നമുക്ക് ആരുടെയും ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ സമ്മർലി ഈ ചോദ്യത്തിന് ഒരു റിജക്ഷൻ എന്നുള്ള രീതിയിൽ ഉത്തരം വെക്കുകയാണ്. എങ്ങനെയാണ് ഈ ധാർമ്മികതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുന്നത്? 2 കാര്യങ്ങളുണ്ട്. വാട്ട് ഈസ് ആൻഡ് വാട്ട് ഓട്ട് ടു ബി. എന്താണ്, എന്തായിരിക്കണം എന്നുള്ള ചോദ്യം. മനുഷ്യരുടെ ഇടയിൽ എന്താണ് എന്നുള്ളത്, ഇപ്പോൾ നാച്ചുറലിസ്റ്റിക് ഫാലസി എന്ന് പറയുന്ന സാധനമുണ്ട്. പ്രകൃതിയിൽ എങ്ങനെയാണോ അതുപോലെ ആകട്ടെ, സ്വാഭാവികമായി എങ്ങനെയാണോ അതുപോലെ ആകട്ടെ എന്ന് നമ്മൾ തീരുമാനിക്കാറില്ല. ഉദാഹരണമായിട്ട് പ്രകൃതിയിൽ മൃഗങ്ങൾ കുടുംബ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് ഇണചേരാറുണ്ട്, പുനരുൽപാദനം നടത്താറുണ്ട്, ബലാത്സംഗങ്ങൾ നടത്താറുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ പകർത്തില്ല. എന്തു പറഞ്ഞുകൊണ്ട്? ഇത് നാച്ചുറലാണ്. ഒരു ജൈവകൃഷിവാദം ഒന്നും നമ്മൾ ഉയർത്താറില്ല. മൃഗങ്ങൾ അങ്ങനെ ചെയ്യുന്നു, പറവകൾ അങ്ങനെ ചെയ്യുന്നു, നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു, നമ്മൾ പണ്ട് അങ്ങനെ ചെയ്തു, പക്ഷെ നമ്മളിപ്പോൾ മാറ്റി ചെയ്യുന്നു. അപ്പോൾ ഇവല്യൂഷൻ ഓഫ് മോറൽസ് ഓർ മൊറാലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. മൊറാലിറ്റി എപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്, കാലികമായി പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ്. മൊറാലിറ്റി ഈസ് ഓൾസോ എ ഫങ്ഷൻ ഓഫ് നോളജ് എന്ന് പറയും. അറിവിൻ്റെ ഒരു ഉൽപ്പന്നം കൂടിയാണ് മൊറാലിറ്റി. നമുക്ക് എന്തുമാത്രം കാര്യങ്ങൾ അറിയാം, അതനുസരിച്ചാണ് നമ്മുടെ ധാർമ്മികത ഉരുത്തിരിഞ്ഞു വരുന്നത്. ഇപ്പോൾ മൈക്കൽ ഷെർമറിൻ്റെ ഒരു പുസ്തകമുണ്ട്, മോറൽ ആർക്ക് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പോൾ സ്വവർഗരതിക്കാർ, അതേപോലെയുള്ള ഗേസ് നോർമലി പറയും, അവരുടെ അവകാശങ്ങളെയും അധികാരങ്ങളെക്കുറിച്ചും പലർക്കും വലിയ ധാരണയില്ല. ചിലർക്ക് അതിനെക്കുറിച്ച് പണ്ടത്തെ ഒരു പരമ്പരാഗതമായ ധാരണയാണുള്ളത്. പക്ഷേ അവരെക്കുറിച്ച് കൂടുതൽ അറിയുകയും, നിങ്ങളുടെ ഒരു അയൽക്കാരൻ ഒരു ഗേ ആണെങ്കിൽ, നിങ്ങളുടെ ഒരു സുഹൃത്ത് ഒരു ഗേ ആണെങ്കിൽ, ഗേ റൈറ്റ്സിനോടുള്ള നിങ്ങളുടെ ആഭിമുഖ്യം വർദ്ധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതൊരു 2009 ഒരു ഗാലപ്പ് പോളിലും ഇത് തന്നെയാണ് കണ്ടത്. നിങ്ങൾക്ക് ഗെയ്സിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാമെങ്കിൽ, എന്താണ് ഗേ എന്ന് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അവരോടുള്ള ആഭിമുഖ്യവും അവരോടുള്ള നിലപാടുകളും കൂടുതൽ പുരോഗമനാത്മകവും മാനവികപരവുമായി തീരുമെന്നുള്ളതാണ്. അപ്പോൾ അറിവില്ലാത്തവരാണ് പലപ്പോഴും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വിവരക്കേട് കാണിക്കുന്നത്. അപ്പം അറിവ് എന്ന് പറയുന്നത് അനുസ്യൂതമായി ഒഴുകുന്ന ഒരു നദിയാണ്. അപ്പം അതിന് ദൈവം വേണമെങ്കിൽ എന്തായിരിക്കും? ദൈവം എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള നോളജ് സോഴ്സാണ്. ഒരിക്കൽ ഏതെങ്കിലും ഒരു ജനത, ഒരു പഞ്ചായത്തിലെ ഒരു ജനത ഒരു ക്യാരക്ടറിനെ അവതരിപ്പിക്കുകയും അന്നുള്ള അറിവുകളെല്ലാം കൂടെ കുത്തി നിറയ്ക്കുന്ന ഒരു റിസർവയറാണ് ദൈവം. ദൈവത്തെ വളരെ വിചിത്രമായിട്ടും വികലമായിട്ടും വളരെ മോശമായിട്ടുമാണ് മതം എപ്പോഴും അവതരിപ്പിക്കുന്നത്. കാര്യം ഒരു ദൈവത്തിനും അത് എഴുതപ്പെട്ട, വരയ്ക്കപ്പെട്ട, ചിത്രീകരിക്കപ്പെട്ട സമയത്തിനപ്പുറമുള്ള നോളജ് മെറിറ്റ് ഇല്ല. ധാർമ്മികതയിലും അക്കാര്യത്തിലും മെറിറ്റ് ഇല്ല. അതായത് ദൈവം അപ്ഡേറ്റ് ചെയ്യപ്പെടാത്തൊരു സാധനമാണ്, മനുഷ്യനാണെങ്കിൽ നിരന്തരം അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ്. അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതാണ് നമ്മുടെ ധാർമ്മികതയും. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന ധാർമ്മികത അപ്ഡേറ്റ് ചെയ്യപ്പെടാത്ത ഫോസിലൈസ്ഡ് നോളജ് ആയിട്ടുള്ള ദൈവത്തെ ആസ്പദമാക്കിയോ ആശ്രയിച്ചോ നിലനിൽക്കുക സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും നമ്മൾ കേവ് ഏജിൽ അല്ലെങ്കിൽ കേവ് കൾച്ചറിൽ തന്നെ തുടരേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോയിന്റ്,
ഇവല്യൂഷൻ ആണ് ധാർമ്മികത അടിസ്ഥാനമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ അദ്ദേഹം പറഞ്ഞു സഹജമാണെന്നും പറഞ്ഞു കഴിഞ്ഞു. ഇനി അദ്ദേഹം എന്താണ് ഇനി വാദിക്കാൻ ബാക്കിയുള്ളതെന്ന് എനിക്കറിയില്ല. സഹജമായ ഒരു സാധനമാണ് ദൈവത്തിന് ആവശ്യമില്ല. ഇവല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം മാറാത്ത സാധനമാണ്. ദൈവത്തിനെ ആകെ മാറ്റുന്നത് എങ്ങനെയാണ്? ഇവരുടെ വ്യാഖ്യാന ഫാക്ടറിയിലൂടെ അതാ ദൈവം അങ്ങനെ ആയിരിക്കും പറഞ്ഞത്, ദൈവം പറഞ്ഞ ഇങ്ങനെ തന്നെ എല്ലാവർക്കും വ്യക്തമാവും. അവർ വിവിധമായ ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ മാറ്റിത്തിരിക്കുന്നു എന്നുള്ളതല്ലാതെ ദൈവം മാറുന്നില്ല, മതം മാറുന്നില്ല. മാറാത്തത് എന്തോ അതാണ് മതം. സമൂഹമാണ് മാറുന്നത്. സമൂഹം മാറുന്നുണ്ട്, മനുഷ്യൻ മാറുന്നുണ്ട്, അവൻ്റെ അറിവ് മുന്നോട്ട് പോകുന്നുണ്ട്, അതനുസരിച്ച് ധാർമ്മികതയും മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം മാത്രമല്ല, പണ്ട് പ്ലേറ്റോ ഒരു ചോദ്യം ചോദിച്ചു. പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും ചോദിച്ചൊരു ചോദ്യമാണ്. അതായത് ഈ പയസായിട്ടുള്ള നന്മ വരുന്നത് ദൈവത്തിൽ നിന്നാണെങ്കിൽ ഈ നന്മ ആയതുകൊണ്ടാണോ ദൈവം അത് ഇഷ്ടപ്പെടുന്നത്, അതോ ദൈവം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണോ അത് നന്മയായത് എന്നുള്ള ചോദ്യം. അപ്പം ദൈവം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നന്മയായെങ്കിൽ ദൈവം പറയുന്നതെല്ലാം നന്മയായിരിക്കണം, അല്ലെ? ഒരു പട്ടണം മുഴുവൻ ചുട്ടരിക്കാൻ പറഞ്ഞാൽ അത് നന്മയായിരിക്കണം. ഒരു മകനെ ബലി കൊടുക്കാൻ പറഞ്ഞാൽ അത് നന്മയായിരിക്കണം. ദൈവം പറയുന്നതെല്ലാം നന്മയായിരിക്കണം. പക്ഷേ നന്മയായിരിലാണ് ദൈവം വിശ്വസിക്കുന്നെങ്കിൽ അത് പറയുകയാണെങ്കിൽ നന്മ എന്ന് പറയുന്നത് ദൈവത്തിന് ഇതരമായുള്ള ഒരു സാധനമാണ്. അപ്പം നന്മ അല്ലെങ്കിൽ പയസായിട്ടുള്ള ഡിവൈനായിട്ടുള്ള അല്ലെങ്കിൽ വിശുദ്ധമായിട്ടുള്ള കുറേ സംഗതികൾ ഉണ്ട്. അത് ദൈവം എടുത്ത് പറയുന്നതേ ഉള്ളൂ. കാരണം എന്താണ്? ഈ ആൾക്കാർ ദൈവത്തെ കൊണ്ടത് പറയിപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിൽ നിന്ന് നല്ലത് വരുന്നത്. ദൈവത്തിൽ നിന്ന് വരികയാണെങ്കിൽ വേറെയും പ്രശ്നമുണ്ട്. ദൈവം ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തവണ എന്താ പറയുന്നതെന്ന് അറിയില്ല. ഇപ്പോൾ പറയും കല്യാണം കഴിക്കുമ്പോൾ നിങ്ങളെല്ലാം വസ്ത്രം ഒക്കെ വളരെ വർണ്ണാഭമായി ധരിച്ചുകൊണ്ട് ചെയ്യണം എന്ന് ദൈവം പറഞ്ഞിട്ട് നാളെ നിങ്ങൾക്ക് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ദൈവം വീണ്ടും ഒരു ആയത്തിറക്കാണ്, നഗ്നമായി കല്യാണം കഴിക്കുന്നതാണ് നല്ലത്, നിങ്ങൾ ഉടനെ ചേഞ്ച് ചെയ്യൂ. ഇല്ല, നന്മയെന്ന് പറയുന്നതും ആശാസ്യമായതെന്ന് പറയുന്നതും ധാർമ്മികമെന്ന് പറയുന്നതും അത് സ്വന്തം നിലയിൽ ഉരുത്തിരിയുന്ന ഒരു സാധനമാണ്. അത് വേറൊരാളെ ആശ്രയിച്ച് നിൽക്കുന്നതല്ല. അത് മനുഷ്യ സംസ്കാരത്തിൻ്റെ ആകെത്തുകയാണ്. ഇനി അതുപോലെ തന്നെ വേറെ ഒരു പ്രശ്നം, ദൈവത്തിൽ നിന്നാണ് നന്മ വരുന്നെങ്കിൽ നന്മയുടെ കാര്യം പോക്കാണ്. കാര്യം എല്ലാ ദൈവങ്ങളും ലോക്കലാണ്, വെറും ലോക്കലല്ല. ദിലീപ് പറയുന്നത് വെറും ലോക്കലാണ് ദൈവങ്ങളല്ല. ഒരു പഞ്ചായത്തിൽ വന്ന് ഒരു പഞ്ചായത്ത് ഭാഷ മാത്രം സംസാരിക്കാൻ അറിയുന്ന ഒരുപാട് ജനക്കൂട്ടങ്ങളുള്ളതിൽ ഏതെങ്കിലും ഒരു കുഞ്ഞൻ കൂട്ടത്തെ മാത്രം തിരഞ്ഞെടുത്ത് നീ മാത്രമാണ് ഞമ്മൻ്റെ ആളെന്ന് പറയുന്ന ദൈവങ്ങളാണ് ലോകത്ത് കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത്. അപ്പം അവിടെ വരുന്ന ധാർമ്മികപരമായിട്ടുള്ള ആശയങ്ങളും സ്വഭാവങ്ങളും എല്ലാം തന്നെ ആ പ്രദേശത്ത് നിലവിലിരിക്കുന്ന മൂല്യവ്യവസ്ഥയുടെ ഒരു ഷാഡോ റിഫ്ലക്ഷൻ മാത്രമാണ്. അതിനപ്പുറം പോകാൻ അവർക്ക് നോളജ് ബേസ് പോകാൻ പറ്റില്ല, റിച്വൽ ബേസ് പോകാൻ പറ്റില്ല, മോറൽ ബേസ് പോകാൻ പറ്റില്ല. ബിക്കോസ് ഗോഡ്സ് ആർ ലോക്കൽ. ദ മൊറാലിറ്റി ഇഫ് ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ഗോഡ്സ് ഇറ്റ് വിൽ ബി ഓൾസോ ലോക്കൽ. അതും പ്രാദേശികമാവും. പക്ഷേ മനുഷ്യൻ്റെ മൊറാലിറ്റി എന്ന് പറയുന്നത് സാർവത്രികമാണെന്ന് അദ്ദേഹം സമ്മതിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരിക്കലും അത് ദൈവത്തിൽ നിന്ന് വരാൻ സാധ്യമല്ല. ദൈവത്തിൽ നിന്ന് വന്നാൽ പ്രശ്നം, നമ്മൾ അറിവ് കെട്ടവരായി മാറും, നമ്മൾ കാലത്തിനനുസരിച്ച് സഞ്ചരിക്കാത്തവരായിട്ട് മാറും, നമ്മൾ ഓൾമോസ്റ്റ് എന്താണ് വളരെ ഒരു ഫാസിസത്തിന് കീഴിലാണ്. ഫാസിസം എന്ന് പറഞ്ഞൊരു മോറൽ ഫാസിസം പണ്ടെങ്ങോ ഒരു ഏജിൻ്റെ ഒരു ഫാസിസ്റ്റ് ടീമിൻ്റെ കീഴിലായിട്ട് നമുക്ക് തോന്നും. ഇനി ദൈവമാണ് ധാർമ്മികതയുടെ അടിസ്ഥാനമെങ്കിൽ ദൈവം ചെയ്യുന്നതെല്ലാം നല്ലതായിരിക്കണം, ദൈവത്തിൻ്റെ ആൾക്കാർ ചെയ്യുന്നതെല്ലാം നല്ലതായിരിക്കണം. അല്ല, ദൈവം ഒരിക്കലും നല്ലത് വല്ലപ്പോഴൊക്കെ ഇടയ്ക്ക് അറിയാതെ നല്ലത് ചെയ്തു പോകുന്നു എന്നല്ലാതെ ദൈവം പറയുന്നതും ദൈവത്തിൻ്റെ ആൾക്കാർ എന്തുമാത്രം നന്മ ചെയ്യുമെന്ന് അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് ഞാനിപ്പോൾ തുടക്കത്തിലേ പറയുന്നില്ല. അദ്ദേഹം അതിനെ ചലഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലിസ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ മൊറാലിറ്റി ദൈവത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ, അല്ലെ മതത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ മതം ചെയ്യുന്നതും ദൈവം ചെയ്യുന്നതും നല്ലത് മാത്രമായിരിക്കണം. എന്തിനാണ് ഈ മാപ്പവേഷകൾ, എന്തിനാണ് ഈ കുമ്പസാരങ്ങൾ, എന്തിനാണ് ഈ തിരുത്തലുകൾ? ദൈവത്തിൽ നിന്നാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. തിരുത്തിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇദ്ദേഹത്തിലേക്ക് ഞാൻ പിന്നീട് വരാം. ഓക്കെ, ഇനി ദൈവം ആണ് മൊറാലിറ്റിയുടെ സ്രോതസ്സെങ്കിൽ നോക്കുക നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്. നമുക്ക് ആദ്യം ദൈവം അല്ലെങ്കിൽ മതം പഠിപ്പിക്കുന്ന ആദ്യം എന്ന് വെച്ചാൽ അടിമയായിരിക്കുക എന്നുള്ളതാണ്, പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ അങ്ങനെയല്ല മുന്നോട്ട് പോയിട്ടുള്ളൂ. അങ്ങനെ മുന്നോട്ട് പോയ ഒരു ചുക്കും നടക്കില്ല ഇവിടെ. നമ്മൾ കാര്യകാര്യ ബന്ധം അടിസ്ഥാനപ്പെടുത്തി യുക്തിപൂർവ്വം ചിന്തിച്ച് കാര്യങ്ങൾ വിലയിരുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. പക്ഷെ മതം പഠിപ്പിക്കുന്ന ആദ്യം അടിമത്ത ബോധം, ദാസ്യബോധം എന്നുള്ളതാണ്. അതൊരു നെഗറ്റീവ് മോറൽ വാല്യൂ ആണ്. അത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതല്ല. പുരോഗമന സമൂഹങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇത്തരത്തിലുള്ള വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള റിട്രോഗ്രസീവ് ആയിട്ടുള്ള വാല്യൂസിനെ തഴഞ്ഞുകൊണ്ടാണ്. അപ്പം ദൈവത്തിൽ നിന്നാണ് മോറലെങ്കിൽ ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. മറ്റൊന്ന് ബെഗ്ഗിങ്. എല്ലാ വിശ്വാസികളും എന്താ ചെയ്യുന്നത്? മതം എന്ന് പറയുന്നൊരു ബെഗ്ഗിങ് ഫാക്ടറിയാണ്. ഓരോന്നിനും. അതുപോലെ തന്നെ അഴിമതി. നമ്മൾ അഴിമതി എതിർക്കുന്നുണ്ട്. ഒരു വിശ്വാസിക്ക് അഴിമതി എതിർക്കാൻ കഴിയുമോ? 24 മണിക്കൂറും കയ്യിൽ നീട്ടി സ്വയം സംസാരിക്കുകയും പിറുപിറുക്കുകയും ചെയ്യുന്ന, സ്വന്തം ജീവിത
നേട്ടത്തിനായിട്ടും മറ്റുള്ളവരെ എന്നൊക്കെ പറയുന്നതേ ഉള്ളൂ. അങ്ങനെ പറയാനും എന്തെങ്കിലും വേണമല്ലോ. അങ്ങനെ ചെയ്യുന്ന നിരന്തരമായ 24/7 ബെഗ് ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു നല്ലൊരു മൊറാലിറ്റി ഉണ്ട്? ബെഗ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ സ്വന്തം കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല, അധ്വാനിക്കാൻ തയ്യാറല്ല, നിങ്ങൾ കൈ നീട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. മേളിൽ നിന്ന് എന്തെങ്കിലും വീഴട്ടെ, മേളിൽ എന്തെങ്കിലും തരട്ടെ. എന്നിട്ട് നിങ്ങളിവിടെ ചെയ്തു കൂട്ടുന്ന എന്തൊക്കെയാണ്? ഒരു കാര്യം, ഒരു സ്വന്തം മകനെ കൊല്ലാൻ പോകുന്ന ആളും പറയുന്നതാണ്, ഞാനല്ല കൊല്ലുന്നത് കേട്ടോ, എൻ്റെ ഇന്നവർ പറഞ്ഞാണ്. എങ്ങനെയുണ്ട്? അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും ഈ വ്യക്തിക്ക് ഉത്തരവാദിത്ത ബോധമില്ല. അവനൊരു എപ്പോഴും ഒരു ബെഗിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഭിക്ഷാടനം നടത്തുന്ന ഒരു, ഈ വിശ്വാസം എന്ന് പറയുന്നത് തന്നെ ഒരു ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ഭിക്ഷാടനമാണ്. എന്തോ വലിയ ആനമുട്ടകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, ആവശ്യപ്പെട്ടുകൊണ്ട്, കോഴിക്കാല് മുതൽ കുഞ്ഞിക്കാല് വരെയുള്ള ആഗ്രഹങ്ങളുമായിട്ട് പതഞ്ഞൊഴുകുന്ന ഒരു ജീവിതമാണ് ഈ ഭക്തൻ്റേത്. അങ്ങനെ ഒരു ജീവിതമാണ് അവന് കൊടുക്കുന്നത്. അത് തന്നെ ഒരു ചീപ്പ് അല്ലെങ്കിൽ ലോ മൊറാലിറ്റിയാണ്. അത് ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന് അടിമയായിട്ട് പോകും. പിന്നെ അതുപോലെ തന്നെ അഴിമതി. നിങ്ങളെല്ലാം അഴിമതിക്കെതിരെ വലിയ കേജ്രിവാൾ അടക്കം വലിയ യാഗങ്ങളും ഹോമങ്ങളും യാത്രകളും പ്രകടനങ്ങളും ഒക്കെ നടത്താറുണ്ട്. നിങ്ങളെന്താണ് ചെയ്യുന്നത്? നിങ്ങൾ 24 മണിക്കൂറും കുർബാന എടുക്കുന്നു, വഴിപാട് നടത്തുന്നു, പ്രാർത്ഥിക്കുന്നു, അയാളെ പുകഴ്ത്തുന്നു. എന്താണ്? നിങ്ങളുടെ കാര്യം നടക്കണം. ഇത് തന്നെയല്ലേ നിങ്ങളൊരു ബെഞ്ച് ക്ലാർക്കിനോട് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്ന അഴിമതി, ഇത് അഴിമതി തന്നെയാണ്. അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മൊറാലിറ്റിയാണ് റിലീജിയനും ഗോഡും കൊണ്ടുവരുന്നത്. അപ്പോൾ അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എടുക്കാൻ കഴിയുന്നില്ല. ഇനി മറ്റൊന്ന്, ദൈവമാണ് മൊറാലിറ്റിയുടെ സ്രോതസ്സെങ്കിൽ ദൈവത്തിന് മുന്നേ മൊറാലിറ്റി ഉണ്ടാകാൻ പാടില്ല, ധാർമ്മികത ഉണ്ടാകാൻ പാടില്ല, നന്മ ഉണ്ടാകാൻ പാടില്ല. ഇനി ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കണം. ദൈവം നന്മയാണെങ്കിൽ, ചുമ്മാതെ ജസ്റ്റ് ഫോർ എ ഹൊറർ, അല്ലെങ്കിൽ മതം നന്മയാണെങ്കിൽ, അതേപോലെ ഈ മതവും ദൈവവും നമ്മൾ കണ്ടെത്തണമെങ്കിൽ, മസ്തിഷ്കത്തിലൂടെ വന്നു എന്ന് അദ്ദേഹം പറഞ്ഞു, കണ്ടെത്തണമെങ്കിൽ നമുക്ക് അതിന് മുന്നേ അതിന് സഹായകരമായിട്ടുള്ള ഒരു പോസിറ്റീവ് അവസ്ഥ ഉണ്ടായിരിക്കണമല്ലോ, അല്ലേ? ഇത് രണ്ടും നല്ലതാണെങ്കിൽ, മനസ്സിലായില്ലേ? ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിന്റെ വാദം വെച്ച് തന്നെ പറയാണ്. ആ ഒരു വാദം, അതായത് പ്രിസീഡിങ് സ്റ്റേജിൽ നിന്നേ അടുത്ത സ്റ്റേജ് ഉണ്ടാവുള്ളൂ, അല്ലേ? 99 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് 100ാമത്തെ ഡിഗ്രി ഉണ്ട്. അപ്പോൾ 99 ഡിഗ്രി വരെ ഉണ്ടാവണം. അപ്പം മനുഷ്യന്റെ മസ്തിഷ്കം പണ്ടേ ഇവരീ പറയുന്ന എല്ലാ മോറൽ വാല്യൂസിനും സജ്ജമായിരുന്നു. ഈ ദൈവം വരുന്നതിന് മുന്നേ തന്നെയുള്ള, അല്ലെങ്കിൽ മതം വരുന്നതിന് മുമ്പ് തന്നെ മനുഷ്യന് മൊറാലിറ്റി ഉണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് അദ്ദേഹത്തിന് ഇപ്പം എന്താ, കയ്യൻ എന്താ പറയുന്നത്? ആബേലിനെ കൊന്നിട്ട് ഞാനൊരു ഒറ്റപ്പെട്ടവനായി എല്ലായിടത്തും അലഞ്ഞു തിരിക്കും, എന്നെ കാണുന്ന ആരും എന്നെ കൊന്നുകളയും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ കൊലപാതകം എന്ന് പറയുന്ന ഒരു ശിക്ഷയാണെന്നും കുറ്റകരമാണെന്ന് 2 മക്കളാണ് ഉള്ളത്. ചുമ്മാതെ വരെ പോട്ടെ. ഈ 2 മക്കൾ ഒരുത്തനെ കൊന്ന മറ്റവനറിയാൻ കൊലയെന്ന് പറയുന്നത് കുറ്റകരമാണെന്ന്. ഒന്നാലോചിച്ചൊക്കെ, അന്ന് കമാൻഡ്മെന്റ് ഒന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ആ കഥാപാത്രം പോലും കൊലപാതകത്തെ കുറ്റകരമായി കാണണമെങ്കിൽ, താൻ ഒറ്റപ്പെടുമെന്ന് അറിയണമെങ്കിൽ, ഇതൊക്കെ കുറ്റമാണെന്ന് നിശ്ചയിക്കുന്ന ഒരു മോറലായിട്ടുള്ള ഒരു വ്യവസ്ഥ മനുഷ്യരുടെ ഉണ്ടായിരുന്നു. അത് മതത്തിനും ദൈവത്തിനും മുന്നിലാണ്. മതത്തിനും ദൈവത്തിനും മുന്നിലായിരുന്ന ഒരു കാര്യം, അതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു കാര്യം എങ്ങനെയാണ് മതത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും വരുന്നത്? അവിടെയും ആ ആർഗ്യുമെന്റ് നിലനിൽക്കുന്നില്ല. ഇനി മതം അല്ലെങ്കിൽ ദൈവം നിയമം കൊണ്ടുവന്നതിന് ശേഷമാണ് മനുഷ്യൻ നന്നായെങ്കിൽ 10 കമാൻഡ്മെന്റ്സ് ഉണ്ട്, അല്ലെ? ദശകൽപ്പനകളുണ്ട് ക്രിസ്ത്യാനിറ്റിയിൽ. അത് പ്രധാനമായിട്ടും ലംഘിക്കുന്ന 2 കൂട്ടരാണ്. ഒന്ന് ദൈവം, 2 വിശ്വാസികൾ. ഇവർ രണ്ടുപേരും ഇത് വളരെ ആചാരപൂർവ്വവും അനുഷ്ഠാനപരവും വിശുദ്ധവുമായിട്ട് ഇത് ലംഘിക്കുന്ന എങ്ങനെയാണെന്ന് അടുത്ത റൗണ്ടിൽ ഇദ്ദേഹം ഇത് ചലഞ്ച് ചെയ്യുമ്പോൾ ഞാൻ പറയാം. ഇനി അടുത്ത പോയിന്റ്. ഇനി മാത്രമല്ല, എപ്പോഴൊക്കെ ഒരു മോറൽ കോഡ് ഇറക്കുന്നു, ദൈവം ഇറക്കി കഴിഞ്ഞാൽ ആ കോഡ് ഇറക്കിയതിന് ശേഷം ഈ വിശ്വാസികളുടെ കാര്യം പരമദയനീയമാണ്. ഇപ്പോൾ 10 കമാൻഡ്മെന്റ് ഇറക്കിയതിന് ശേഷം എന്തായിരുന്നു ഇസ്രയേലിലെ നേതാക്കളുടെ അല്ലെങ്കിൽ രാജാക്കന്മാരുടെ, അവിടുത്തെ ജനങ്ങളുടെ പൊതുവിലുള്ള മോറൽ കോണ്ടക്ട്? അതിനേക്കാൾ മുന്നേ ഉള്ളതിനേക്കാൾ ബെറ്റർ ആയിരുന്നോ അതോ മോശമായിരുന്നു? ഇനിയിപ്പോൾ യേശു എന്ന് പറയുന്നൊരു കഥാപാത്രം വലിയൊരു ഗ്ലോറിഫൈഡ് ക്യാരക്ടറായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ്, നോട്ട് ദ പോയിന്റ്, എന്തുകൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന ഫരീസ്യർ അല്ലെങ്കിൽ ജൂതന്മാരുടെ സ്വന്തം കാറ്റഗറിയിലുള്ളവരിൽ നിന്ന് വളരെ മോശം അനുഭവം ഉണ്ടായത്? കാരണം അവർക്ക് മാനസികമായ പരിവർത്തനമോ ബോധമോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ അവർ പിടിച്ച് അയ്യോ യേശു ഞങ്ങളിതെല്ലാം മാറിക്കഴിഞ്ഞ് വരൂ, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു മാറ്റവും ഇല്ല. ഈ സാധനം ഇറക്കിക്കഴിഞ്ഞാൽ ഒരു മാറ്റവും ജനങ്ങളിൽ കാണുന്നില്ല. അപ്പോൾ ദൈവത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ മാറണ്ടേ? അങ്ങനെ മാറുന്നില്ല. ഇപ്പൊ ഗീത തന്നെ എടുക്കുക. ഗീത അങ്ങോട്ട് കഴിഞ്ഞ് മൊത്തം കൂട്ടക്കൊലയാ, കൊന്നു തള്ളുകയാണ്. 20 lakh എന്നൊക്കെയാണ് കണക്ക്, പല കണക്കുകൾ. അപ്പോൾ ഗീത ഉണ്ടെന്ന് പ്രയോജനം? ചിലർ പറയും അത് ഗീത എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അഹിംസയുടെ ഒരു വലിയൊരു മാനിഫെസ്റ്റോയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ദൈവങ്ങൾ കാനൻസ്, ഈ ദശകൽപ്പനയ്ക്ക് മുന്നേ ഒരുപാട് കൽപ്പനകൾ പലരും, ഇപ്പം മിനോസോക്രറ്റ്, അതുപോലെ തന്നെ സൊറാസ്ട്ര, ഇവരൊക്കെ തന്നെ ഈ മലയുടെ മേളിൽ പോയി നിയമങ്ങൾ എഴുതിക്കൊണ്ട് വരിക. അവർ സ്വയം എഴുതിക്കൊണ്ട് വരികയാണ്. പക്ഷെ അവർ എന്തോ കണ്ടിട്ട് എഴുതുന്നതാണ് പറയുക. അത് ഈ ലോക സംസ്കാരങ്ങളിലെല്ലാം ഉണ്ട്. ഇപ്പോൾ
ജൂത സംസ്കാരം, ജൂത കഥകളും ക്രിസ്ത്യൻ കഥകളും എന്ന് പറഞ്ഞാൽ ലോകത്ത് എങ്ങും നടന്നിട്ടുള്ള കഥകളും ആചാരങ്ങളിലേക്ക് ഒരു കൺഗ്ലോമറേഷനാണ്. ഇപ്പോൾ 41 ദിവസം ഫ്ലഡ്, അത് ഗിൽഗിമേഷിന്റെ ഫ്ലഡ് തന്നെയാണ് സാധനം. അത് 40 ദിവസമാണ്. യേശു ഉയർത്തെഴുന്നേറ്റിട്ട് 40 ദിവസം നടക്കും അല്ലേ? അത് 40ആണ്. എല്ലാവരും 40 എൻ്റെ കണക്ക്. ഈജിപ്തിൽ പോയിട്ട് 400, 40 ഗുണം 10, അവിടെ നല്ല രീതിയിൽ കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അങ്ങനെയൊക്കെ ഒരു സംഖ്യയോട് 12 ശിഷ്യന്മാർ, 40 ദിവസം, അങ്ങനെ കുറേ വിചിത്രമായിട്ടുള്ള വിശുദ്ധ സംഖ്യകളൊക്കെ ഉണ്ട്. അത് പോട്ടെ, അതൊക്കെ ഇതിനകത്ത് വരുന്നില്ല. എന്നാൽ ഞാൻ പറയുന്ന ഒരു കോഡിറക്കി കഴിഞ്ഞാൽ ആ സമൂഹം ആകെ കോടി പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിന് യാതൊരു മെച്ചം ഉണ്ടാവുന്നില്ല. അപ്പോൾ ദൈവത്തിൽ നിന്നാണ് ഇത് വരുന്നതെങ്കിൽ ആ ജനത മെച്ചപ്പെടണ്ടേ? ഇന്ന് വരെ എന്തുകൊണ്ടാണ് കത്തോലിക്ക നേതൃത്വത്തിന് ഓരോരോ നഷ്ടപരിഹാര ബലികൾ നടത്തേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുക. പ്രതിഫലം പലതിനും ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, കുറേ കേസുകൾ വെച്ചിട്ടുണ്ട്. അപ്പോട്ടെ, ഇനി മറ്റൊന്നവരുടെ ഒരു വാദം, എത്തീസ്റ്റുകൾക്ക് അല്ലെങ്കിൽ നിരീശ്വരവാദികൾക്ക്, നാസ്തികർക്ക്, മതേതരർക്ക്, മതവിരുദ്ധർക്ക് നന്മ ചെയ്യാൻ കഴിയാതിരിക്കണമല്ലോ. കാര്യം ഈ സാധനം വരുന്നത് കണക്ഷൻ ഫ്രം ഗോഡ് ആണ് എങ്കിൽ ഈ ഗോഡ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഇഷ്ടപ്പെടാത്തവർ, അവർക്ക് ധാർമ്മികത ഉണ്ടാകാൻ പാടില്ലല്ലോ. അദ്ദേഹം ആദ്യം ഇവിടെ വന്ന് പറഞ്ഞെന്താണ്? ഇവിടെ വന്നപ്പോൾ സ്നേഹനിർഭരമായ അന്തരീക്ഷവും ഇവിടെ തന്നോട് കാണിച്ച സ്നേഹവും അദ്ദേഹത്തെ വളരെയധികം സന്തോഷിപ്പിച്ചു എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വളരെ സ്വസ്ഥമായിട്ട് ആലോചിച്ച് നോക്കൂ, എല്ലാവരിലും ഉണ്ട്. മതി. അപ്പം അവിടെ നിന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ അങ്ങനെ, ഇപ്പം ഞാനൊരു വിശ്വാസിയല്ല, ഞാൻ ദൈവം എന്ന് പറയുന്ന ഒരു ക്യാരക്ടറെ ആരാധിക്കുന്നയോ അനുമോനിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല. ഐ ഡോണ്ട് വേസ്റ്റ് മൈ ടൈം ഫോർ ദാറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്കോ ഇവിടെ ഇരിക്കുന്ന പലർക്കും മൊറാലിറ്റി ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയല്ല. ലോകത്തെമ്പാടുമുള്ള മോറലായിട്ടുള്ളതും ഇമ്മോറലായിട്ടുള്ള ബീയിങ്സ് നോക്കുകയാണെങ്കിൽ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ എന്നുള്ള വ്യത്യാസമില്ല, ഉണ്ടോ? ഇനി മാത്രമല്ല, ഇത് സഹജമാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞപ്പോൾ അമ്മയും കുട്ടി അമ്മയുടെ കയ്യിലിരിക്കുകയാണ്. അമ്മ കുട്ടിക്ക് സ്നേഹം, ദയ, അനുകമ്പ അങ്ങനെ തുടങ്ങിയ മൊത്തം സാധനം കൊടുക്കുന്നുണ്ട്. കുട്ടി എന്താ ചെയ്യുന്നത്? കുട്ടി അമ്മയെ സ്നേഹിക്കുന്നു, കുട്ടി അമ്മയുടെ ദയുണ്ട്, അനുകമ്പയുണ്ട്. കുട്ടി എവിടുന്ന് പഠിച്ച്, ഏത് ബൈബിൾ വായിച്ച്, ഏത് സ്വറാസ്ട്രയെ കണ്ട്? അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് മാത്രമേ ഉണ്ടാവും. അമ്മ ഇതെല്ലാം പഠിച്ച് കുമ്പസാര കൂട്ടിലൊക്കെ ഇരുന്നിട്ട് വന്നതാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ കുട്ടിയും അത് തന്നെയാണ് ചെയ്യുന്നത്. കുട്ടി മാത്രമല്ല, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പട്ടിയും അത് തന്നെയാണ് ചെയ്യുന്നത്. പട്ടിയുടെ അടുത്തൊരു പട്ടിക്കുട്ടി, അതിനെ എടുക്കാൻ പറ്റുമോ? പ്രസവിച്ച് കിടക്കുന്ന ഒരു പെൺപട്ടി അടുക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ വലിച്ചു കീറും, അത് കടിച്ചു കീറും. ഇതൊക്കെ സാർവത്രികമായിട്ടുള്ള കാര്യമാണ്. ഇനി മാത്രമല്ല, പഴയ നിയമത്തിനകത്ത് മോശ കൊണ്ടുവന്ന നിയമം എന്ന് പറയുന്നത്, സെന്റ് പോൾ അദ്ദേഹത്തെ അതിനെക്കുറിച്ച് അഭിപ്രായമുണ്ട്. ഇറ്റ് ഇസ് എ ലോ ഓഫ് സിൻ ആൻഡ് ഡെത്ത് എന്നാണ് പറയുന്നത്. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമമാണ് മോശ കൊണ്ടുവന്നതെന്നാണ് സെന്റ് പോൾ പറയുന്നത്. അതായത് യേശു അത് മാറ്റി എഴുതി എന്ന് പറഞ്ഞാൽ ആ നിയമം ദൈവത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ആ നിയമം ഒന്നിനും കൊള്ളില്ലായിരുന്നു. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ദൈവത്തിൻ്റെ നിയമം തന്നെ മോശമായിരുന്നെന്ന് ബൈബിള് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ പിന്നെ ഒരിക്കലും നമ്മുടെ ധാർമ്മികത എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇത്ര നിസാരമായിട്ടുള്ള ബുക്കുകളുമായി കമ്പയർ ചെയ്യാവുന്ന ഒരു സാധനമല്ല. ഇനി നമ്മളിൽ ധാർമ്മികത ഉണ്ടോ? ഉണ്ട്. അതിൻ്റെ പരീക്ഷണങ്ങൾ, ഹോസറുടെ പരീക്ഷണങ്ങൾ ഞാൻ 2ാം റൗണ്ടിലും 3ാം റൗണ്ടിലും പറയും. എങ്ങനെയാണ് എല്ലാവരിലും സാർവത്രികമായ ധാർമ്മികത ഉണ്ടാകുന്നത്, നന്മ ഉണ്ടാകുന്നതെന്ന് പറയും. നമ്മളിൽ നന്മയുണ്ട്, അതുകൊണ്ട് നമ്മൾ നന്മ ചെയ്യുന്നു. ഇവരെന്താ പറയുന്നറിയോ? ഞങ്ങളുടെ നന്മയൊക്കെ വരുന്നുണ്ടല്ലോ, ഞങ്ങൾ ഈ പുസ്തകം വായിച്ചുകൊണ്ടും കുമ്പസാരം, അതുപോലെ തന്നെ മറ്റേ അമ്പലം, പള്ളി, ഇതൊക്കെ പോയോണ്ടാണ് ഞങ്ങൾക്ക് ഈ നന്മ വരുന്നത്. ചില പറയുന്നുണ്ട് ഞാൻ റേപ്പ് ചെയ്യില്ല. കാര്യം എന്താ? ഞങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് റേപ്പ് ചെയ്യരുതെന്ന്. ഇതൊക്കെയാണ് ന്യായങ്ങൾ. ഞാൻ മോഷ്ടിക്കില്ല. കാര്യം എന്താണ്? ഞങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് മോഷ്ടിക്കരുത്. ഞാൻ ആരെയും കൊല്ലരുത്തില്ല. കാര്യം എന്താണ്? ഞങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് കൊല്ലരുതെന്ന്. യഥാർത്ഥത്തിൽ ഇങ്ങനെ എഴുതി വെക്കേണ്ട കാര്യമുണ്ടോ? ഇതൊന്നും മനുഷ്യനെ കൊല്ലാതിരിക്കാനുള്ള വാസന ഒരുപാട് ഉള്ളത് കൊണ്ടാണ്. മിക്കവാറും ജീവികൾ പരസ്പരം കൊല്ലാറില്ല. ഒരു ഗ്രൂപ്പ് ഇൻസ്റ്റിങ്ക്ട്. സിംഹങ്ങളെല്ലാം സിംഹങ്ങളെ കൊന്നിരുന്നെങ്കിൽ എത്ര സിംഹങ്ങൾ ബാക്കി ഉണ്ടാവുമല്ലോ? കുറേയൊക്കെ ഉണ്ടാവും. അത് മനുഷ്യരുടെ ഇടയിലുണ്ട്. ഇതൊന്നും നിയമത്തിൻ്റെ, ഇതൊക്കെ പുസ്തകം വേണ്ടുന്നത് ഏകജീവി മനുഷ്യനാണ്. നമുക്കും ഇതിൻ്റെ ആവശ്യമില്ല. ഇപ്പം ചില ആൾക്കാർ, അതായത് നിരീശ്വരവാദികൾക്ക് സ്വന്തമായിട്ട് തന്നെ ധാർമ്മികമുണ്ട്, സഹജമായി അവർ ചെയ്യുന്നു. വിശ്വാസികൾക്ക് അങ്ങനെയാണ് ഉള്ളത്. പക്ഷെ അവർക്ക് അത് മനസ്സിലാവുന്നില്ല. അവരെന്ത് അറിയോ? ചിലർ ഈ റബ്ബറൊക്കെ വെട്ടുമ്പോൾ വളരെ ദൂരെ കൊണ്ടുപോയിരിക്കും ഷീറ്റ് അടിക്കുന്നത്. അപ്പോൾ നമ്മൾ പുതുതായിട്ട് റബ്ബർ വെട്ട് തുടങ്ങുമ്പോൾ അവർ പറയും, റബ്ബറൊക്കെ വെട്ടാൻ തുടങ്ങിയല്ലേ, ഒരു 10 കിലോമീറ്റർ ദിവസം നടക്കേണ്ടി വരും. കാരണം ഇവൻ്റെ കാരണം എന്താണ്? ഇവൻ എപ്പോഴും ദൂരെ കൊണ്ടുപോയി അടിക്കുന്നത്, ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് അടിക്കുന്നത്. പക്ഷെ നമ്മുടെ വീട്ടിൽ അടിക്കുന്ന മെഷീൻ നമ്മുടെ വീട്ടിലുണ്ട്. നമുക്ക് നടക്കേണ്ട കാര്യമില്ല, നമുക്കറിയാം. ഇവൻ വിചാരിക്കുന്നത് ഇവിടെ വീട്ടിലെങ്ങും ഈ റബ്ബർ അടിക്കുന്ന മെഷീൻ സൂക്ഷിക്കാൻ പാടില്ല, ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അതുകൊണ്ട് 10 കിലോമീറ്റർ പോയി നടന്നെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ഈ തേരാപ്പാര റോഡിൽ കൂടെ നടക്കുന്നുണ്ടല്ലേ, ഒരു കുരിശൊക്കെ പിടിച്ചോണ്ട് കണ്ടു കഴിഞ്ഞാൽ വെയിലത്താണ്. സ്വന്തം ഒരു അമ്മയോ അച്ഛനോ ഒരു തുള്ളി വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാത്തവനാണ് ഈ കുരിശും മരിച്ചുകൊണ്ട് നടക്കുന്നത്.
അവിടെ കിട്ടിയിട്ട് സന്തോഷം കിട്ടി, സമാധാനം കിട്ടി എന്നൊക്കെയാണ് പറയുന്നത്. എത്ര വ്യാജമായിട്ടുള്ള, ധാർമ്മികതയെ സംബന്ധിച്ചുള്ള ഏറ്റവും വ്യാജമായിട്ടുള്ള, ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള, വിചിത്രമായിട്ടുള്ള ഒരു ധാരണ മനുഷ്യനിൽ ജനിപ്പിക്കാനാണ് മതവും ദൈവവും ശ്രമിക്കുന്നത്. ഇനി മറ്റൊന്ന്, മോറൽ സെയ്റ്റ്ഗെയ്സ്റ്റ് എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. അതായത് നമ്മളുടെ ധാർമ്മികത തളം കെട്ടി കിടക്കുന്ന ഒന്നല്ല, അത് കാലാനുഗതികമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഞാൻ അതിലേക്ക് വരികയാണ്. അതിൻ്റെ മറ്റൊരു ആർഗ്യുമെൻ്റാണ്. അതുപോലെ തന്നെ ആ ആർഗ്യുമെൻ്റ് എല്ലാം വെച്ചിട്ട് എത്ര മിനിറ്റ് ഉണ്ട്? 2 മിനിറ്റ് കൊണ്ട് ബാക്കി ഇദ്ദേഹം പറയും. ഇദ്ദേഹം ആദ്യം പറഞ്ഞു, ഈ തലച്ചോറിലേക്ക് വിശ്വാസം മാറിയാൽ അദ്ദേഹത്തിന് വളരെ സന്തോഷം. എനിക്കും വളരെ സന്തോഷം. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഈ പണി നിർത്തണം. കാരണം ബൈബിളില് വിശ്വാസം ഹൃദയാധിഷ്ഠിതമാണ്. മുഴുവൻ ഞാനിപ്പോൾ വായിക്കാം, ഒരെണ്ണം വേണേ വായിക്കാം. ആകയാൽ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും, നോട്ട് ഇൻ ബ്രെയിൻ. ബ്രെയിൻ എന്ന് പറയുന്ന സാധനം, ബ്രെയിൻ എന്താണെന്ന് അറിയാമെങ്കിൽ ഇതിന് പോവോ? ബ്രെയിൻ എന്ന് പറയുന്ന സാധനം ഇല്ല. ഈ ക്രൈസ്തവ സാഹിത്യത്തിലോ മിക്കവാറും ഉള്ള എല്ലാ സാഹിത്യത്തിലും വിശ്വാസ കേന്ദ്രം ഹൃദയം തന്നെയാണ്. ആ ഹൃദയം അല്ല എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടെങ്കിൽ അദ്ദേഹം പ്ലേറ്റ് മാറ്റുക. യു ആർ മോസ്റ്റ് വെൽക്കം. ഓക്കെ, റൈറ്റ്. ഇനി അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ദൈവത്തിനെ തെറി വിളിക്കാം. ദൈവത്തിനെ തെറി വിളിക്കാൻ കാര്യം എന്താണ്? പ്രേതത്തെ തെറി വിളിക്കാം, ഇല്ലാത്ത കാര്യങ്ങളെയൊക്കെ തെറി വിളിക്കാം. പക്ഷെ ഒരു ദൈവവിശ്വാസിയെ തെറി വിളിക്കാൻ പറ്റുമോ? അവിടെ വിടുക. ഇനി അദ്ദേഹം പറഞ്ഞത് VS രാമചന്ദ്രന്റെ ഗോഡ് സെന്റർ അദ്ദേഹം കൊണ്ടുവന്നു. ഗോഡ് സെന്റർ എന്നുള്ള സാധനം യഥാർത്ഥത്തിൽ കൊണ്ടുവന്നത് ഇപ്പോൾ ജോർഡാൻ ഗ്രിഫിത്ത് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ന്യൂറോ സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം പറഞ്ഞു ഗോഡ് സെന്റർ എന്ന് പറയുന്ന സാധനം ഇല്ല. VS രാമചന്ദ്രൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം 2009 പറഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ടുള്ള കാര്യമാണിത്. ഗോഡ് സെന്റർ എന്ന് പറയുന്ന സെന്റർ ഇല്ല. അതൊരു വെറുതെ മതവിശ്വാസികൾക്ക് കിട്ടുന്ന എന്തെങ്കിലും കയറി കടിക്കുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശം. കാര്യം അവർക്ക് അനുകൂലമായി എന്തെങ്കിലും വരികയാണെങ്കിൽ ഉടനെ പമ്പ് ചെയ്ത് വിടുക എന്നുള്ള യഥാർത്ഥ മസ്തിഷ്കത്തിന്റെ ടോട്ടൽ പ്രോഗ്രാമാണ്. ചില ഭാഗങ്ങൾ കുറച്ച് സക്രിയത കൂടിപ്പോൾ ടെമ്പറൽ ലോബ് എപ്പിലെപ്സി എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എപ്പിലെപ്സി പിടിച്ചിട്ട് കാര്യമില്ല. കാരണം തലച്ചോറിലെ വിഭിന്ന ഭാഗങ്ങൾ ഓർക്കസ്ട്രേറ്റ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള നിലപാടുകളുണ്ട്. അത് മതത്തെ മാത്രമല്ല, അന്ധവിശ്വാസത്തെയും പൊങ്കാലയും എല്ലാത്തെയും സഹായിക്കുന്നുണ്ട്. മതത്തിനും അതിന്റെ ഗുണം കിട്ടുന്ന കാര്യം, അന്ധവിശ്വാസിയാകുക, തെളിവില്ലാത്ത കാര്യങ്ങൾ സ്വീകരിക്കുക എന്നുള്ള മനുഷ്യ മനസ്സിന്റെ സഹജമായ ഒരു ബയസ് മതത്തെ സഹായിക്കുന്നു എന്നേ ഉള്ളൂ. അത് ദൈവത്തെയും സഹായിക്കും, പ്രേതത്തെയും സഹായിക്കും, എല്ലാ ഹാരി പോട്ടറെയും സഹായിക്കും. ഇനി അദ്ദേഹം പറഞ്ഞ മറ്റൊന്ന് കാര്യം, VS രാമചന്ദ്രൻ അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും പുനർപരിശോധന, അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ചൊരു കേന്ദ്രമില്ല, വ്യാപിച്ച് കിടക്കുകയാണ്. ചില കേന്ദ്രങ്ങൾ കൂടുതൽ സക്രിയമാവും. അത് തലച്ചോറിൻ്റെ സഹജമായൊരു സാധനം. ഇനി പ്രപഞ്ചം മുഴുവൻ ഞാനാണെന്നുള്ള ബോധം, അന്നേരം അദ്ദേഹം ഈ പണി നിർത്തണം. കാര്യം എന്താണ്? സൃഷ്ടാവും സൃഷ്ടിയും രണ്ടാണെന്ന് പറയുന്നതാണ് ക്രിസ്ത്യാനിറ്റി, സെമറ്റിക് മതവിശ്വാസം. പ്രപഞ്ചം മുഴുവൻ ഞാനാണെന്നും ഞാനാണിതെല്ലാം എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് എത്തീസമായി മാറിക്കഴിഞ്ഞു അല്ലേ? നമ്മളെല്ലാം വി ആർ സ്റ്റാർ ഡസ്റ്റ് എന്നാണ് പറയുന്നത്. സൂര്യനെ നിർമ്മിച്ച എന്തോ അത് തന്നെയാണ് നമ്മളെ നിർമ്മിച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തിലുള്ളത് എന്തോ അത് തന്നെയാണ് നമ്മളിലുള്ളത്. നമ്മളെല്ലാം ഒന്നാണ്. ഞാൻ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അതൊരു എത്തിസ്റ്റിക് സ്റ്റാൻഡാണ്. ഒരു മിനിറ്റ്, തീർന്നു. ഓക്കെ, താങ്ക് യു സാർ.